ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി നമുക്കൊരു കേക്ക് സ്പഞ്ച് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ 6 മുട്ട എടുക്കുന്നുണ്ട്. 6 മുട്ട വേണമെന്നില്ല, 4 മുട്ട മതി. ഇത് ചെറിയ മുട്ടയാണെന്നാണ് ഞാൻ 6 മുട്ട എടുത്തിരിക്കുന്നത്. ഇനി അത് പൊട്ടിച്ച് അതിൻ്റെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ആക്കി എടുക്കുക. ഇനി മിക്സിയുടെ ജാറിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ഇട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് 1 കപ്പ് പഞ്ചസാര കിട്ടും. ആ കിട്ടിയ 1 കപ്പ് പഞ്ചസാരയും ചേർത്ത് മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്തെടുക്കുക. ഞാൻ വീഡിയോ വെച്ച് സ്പീഡ് കിട്ടുന്നേ ഉള്ളൂ, ബീറ്റ് ചെയ്യുന്നത് പതുക്കെ വേണം. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞയും ചേർത്ത് വിസ്ക് വെച്ച് വേണം മിക്സ് ചെയ്യാൻ. അത് മിക്സ് ചെയ്ത് അത് മൊത്തത്തിൽ ഒരു ലൈറ്റ് യെല്ലോ കളർ ആവുന്നിടം വരെ മിക്സ് ചെയ്യുക. സാവധാനം വേണം മിക്സ് ചെയ്യാൻ. ഇനി അതോട്ട് 1/4 ഗ്ലാസ് ഓയിലും ചേർത്ത് മിക്സ് ചെയ്യുക. ഞാൻ തൊട്ട് പാലൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് പാലിൻ്റെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കാം. പാൽ ചേർക്കുകയാണെങ്കിൽ കുറച്ച് ചേർക്കുക. പാൽ ചേർത്ത് അത്ര പെർഫെക്റ്റായിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ 1 ഗ്ലാസ് മൈദ അരിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. പിന്നൊരു കാര്യം പറയാൻ വിട്ടുപോയി, എടുക്കുന്ന പാത്രത്തിലെല്ലാം ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല. എന്നാൽ മുട്ട ബീറ്റായി കിട്ടാൻ ഭയങ്കര പാടാണ്. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസും ചേർത്ത് മിക്സ് ചെയ്യുക. ലാസ്റ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ വിസ്ക് മാറ്റി വെച്ച് സ്പാച്ചില കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. അതുകൊണ്ട് ഈ ഒരു ടൈപ്പ് ടെക്സ്ചർ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. ഇതാണ് നമുക്ക് വേണ്ട ടെക്സ്ചർ. ഇത് കേക്ക് ബേക്ക് ചെയ്യേണ്ട ടിന്ന് ഗ്രീസ് ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ അതിനകത്തോട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് ഗ്രീസ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓവനിലാണെങ്കിൽ ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിടുക. കുക്കറിലാണെങ്കിൽ കുക്കറും ഒരു 5 മിനിറ്റത്തോളം പ്രീ ഹീറ്റ് ചെയ്തിടുക. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ടാപ്പ് ചെയ്യാൻ മറക്കരുത്. ടാപ്പ് ചെയ്ത് അതിൻ്റെ ബബിൾസ് എല്ലാം കളയണം. ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ച് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. കുക്കറിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ 25 മുതൽ 30 മിനിറ്റ് വരെ പിടിക്കുമായിരിക്കും. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് എടുക്കാം. ഒരു തുണി ഉപയോഗിച്ചാണ് ഞാൻ എടുക്കുന്നത്. ഭയങ്കര ചൂടായിട്ടിരിക്കുക. വെന്തോന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് കൊണ്ട്, ഇപ്പോൾ ടൂത്ത് പിക്കൊന്നും കിട്ടിയില്ല, ഞാനിപ്പോൾ ഈർക്കിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഈർക്കിൽ വെച്ച് കുത്തി നോക്കുക. നല്ല സോഫ്റ്റ് കേക്കാണ്. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കല്ല.